നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ 7 പേർക്ക് ഇടിമിന്നലേറ്റ് പരിക്ക്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഇടിമിന്നലേറ്റ് 7 പേർക്ക് പരിക്ക്. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ചാപ്പയിൽ സ്വദേശികളായ മനാഫ്, സുബൈർ, അനിൽ അഷ്റഫ്, സലീം, അബ്ദുൽ ലത്തീഫ് ജംഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. എല്ലാവരും ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരാവസ്ഥയിലുള്ള ആൾ അതിതീവ്ര വിഭാഗത്തിലാണ് കഴിയുന്നത്. മിന്നലേറ്റവരിൽ ഒരാൾ മത്സ്യം വാങ്ങാനെത്തിയ ആളും ബാക്കിയുള്ളവർ മത്സ്യത്തൊഴിലാളികളുമാണ്. ഒരാളെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ഇന്ന് യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കോഴിക്കോട്ടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയോ മിതമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു. പറവൂർ ഗോതത്തുരുത്ത് സ്വദേശിയായ 10 വയസ്സുകാരി ലിസൽ മരിയയ്ക്കാണ് വെടിയേറ്റത്. ആനത്താഴത്ത് വിനയ, അജീഷ് ദമ്പതികളുടെ മകളാണ് ലിസൽ മരിയ. 2 വർഷത്തിലേറെയായി ബെർമിൻഹാമിലാണ് കുടുംബം താമസിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ലണ്ടനിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഭവം. ബൈക്കിലെത്തിയ സംഘം ഹോട്ടലിനോട് ചേർന്ന് ജനലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. കുട്ടിയുടെ തലയിൽ നെറ്റിയോട് ചേർന്നാണ് ആഴത്തിൽ മുറിവുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെങ്കിലും വെടിയുണ്ട പുറത്തെടുക്കാനായിട്ടില്ല. കുടുംബത്തിന് തൊട്ടടുത്തിരുന്നയാളെയായിരുന്നു അക്രമി സംഘം ലക്ഷ്യമിട്ടതെന്നാണ് വിവരം. നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി യുവതിയെ പീഡിപ്പിച്ചു. ജിം പരിശീലകൻ അറസ്റ്റിൽ. യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ജിം പരിശീലകൻ അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് ആജാനൂർ കൊളവയലിലെ കെ സുജിത്തിനെയാണ് മംഗളൂരു ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ്. യുവതിയും സുജിത്തും സുഹൃത്തുക്കളായിരുന്നുവെന്നാണ് വിവരം. യുവതി മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയം സുജിത്ത് കൂട്ടുനിന്നിരുന്നു. ഈ സമയം യുവതിയുടെ നഗ്നചിത്രം ഇയാൾ പകർത്തുകയും ഇത് കാട്ടി പിന്നീട് പലതവണ ഹോട്ടലിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. പീഡനത്തിനിരയായതോടെ യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇതോടുകൂടി സംഭവം പുറത്തറിയുകയും മംഗളൂരു പോലീസ് കേസെടുക്കുകയുമായിരുന്നു. പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കോറി ഉടമയെ ഭീഷണിപ്പെടുത്തി 18 ലക്ഷം തട്ടി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. കോറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ പണം തട്ടിയെന്ന് പരാതി. മലപ്പുറം വളാഞ്ചേരിയിൽ SHOയും SIയും ചേർന്ന് 18 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. വളാഞ്ചേരി SHO സുനിൽദാസ്, SI ബിന്ദുലാൽ എന്നിവർക്കെതിരെ തിരൂർ DYSP കേസെടുത്തു. ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഹസനാർക്കെതിരെയും കേസെടുത്തു. ഇയാൾ 4 ലക്ഷം രൂപ കോറി ഉടമയിൽ നിന്ന് തട്ടിയെടുത്തു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 384, 120B, 34, KPA 115 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. വളാഞ്ചേരി സ്വദേശിയുടെ കോറിയിൽ നിന്നും മാർച്ചിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ഇയാളെ ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പോലീസുകാർ പണം തട്ടിയത്. തൃശൂരിലെ പ്രോട്ടീൻ മാളിലെ റെയ്ഡ്. BP കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ പിടിച്ചെടുത്തു. തൃശൂരിലെ പ്രോട്ടീൻ മാളിൽ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ ലൈസൻസ് ഇല്ലാത്ത വിൽപ്പനയ്ക്ക് വെച്ച മരുന്നുകൾ പിടിച്ചു. BP കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ടെർമിവ് A എന്ന ഇഞ്ചക്ഷനാണ് പിടിച്ചത്. 210 ആംബ്യൂളാണ് പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു. ശാരീരികക്ഷമത വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞായിരുന്നു പ്രോട്ടീൻ കടയിലെ അനധികൃത വിൽപ്പന. നേരത്തെ ഈ സ്ഥാപനത്തെ പാഴ്സൽ വഴി കഞ്ചാവ് കടത്തിയ കേസിൽ പിടിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ അനധികൃത മരുന്നുകളും പിടിച്ചെടുത്തത്.